ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിലൂടെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പിരിപാടാകാം. അപ്പം നിങ്ങൾക്ക് അതുകൂടെ പൊങ്കാല ഉത്സവം കൂടെ ചേർത്ത് ആൾക്കാർ ഒരുപാട് കൂടുന്നതല്ലേ, അതുകൂടെ ചേർത്ത് നിങ്ങൾക്ക് ഇവിടെ വന്ന് ആ സമയങ്ങളിൽ കൂടെ വരാൻ പറ്റിയേക്കും. അതൊരു ഐഡിയ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാം. അതുകൂടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളിത് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. എങ്കിലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. വഴുക്കലൊന്നുമില്ല, നല്ല ഗ്രിപ്പുള്ള പാറയാണ്. ഇച്ചിരി ചൂട് പാറയിൽ അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ വീണ്ടും പഴയതുപോലെ നെയ്യാർ ഡാമിൻ്റെ കവാടത്തിലെത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും നെയ്യാർ ഡാമിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് കാളിമലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നെയ്യാർ ഡാമിൽ വന്നപ്പോൾ നമ്മൾ ഒരു മല ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിരുന്നത്. ആ മലയിലേക്കാണ് നമ്മൾ ഇന്ന് രാവിലെ പോകുന്നത്. ഇപ്പോൾ ഏകദേശം 8-9 മണിയാകുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്തുക. നമുക്ക് വേറെയൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, അതെല്ലാം നമുക്കിനി തുടങ്ങി വയ്ക്കണം. അതിൻ്റെ പിന്നണി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. എന്തെങ്കിലും കാപ്പി കുടിച്ചിട്ട് നമുക്ക് നേരെ കാളിമലയിലേക്ക് പോവാം. ശരിയെന്ന്. അതിൻ്റെ മുന്നിൽ വേറെ ഒരു കടയുണ്ട്, നമുക്ക് അവിടെ നിന്ന് കയറി നോക്കാം. ചേമാരൊക്കെ കൂടെ നിൽക്കുന്നു. ഇവിടെ വല്ലതും ഉണ്ടോ, കഴിക്കാൻ വല്ലതും ഉണ്ടോ നോക്കാം രാവിലെ. അണ്ണേ, എന്നത് കഴിക്കാനുണ്ട്? ദോശയാ? ആ ശരി. കാപ്പൊടി കഴിഞ്ഞു. നമ്മൾ നേരെ കാളിമലക്ക് പോവുകയാണ്. ഇവിടെ മനോഹരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ റോഡിന് കുറുകെയുള്ള ഒരു ബ്രിഡ്ജാണ്. നമ്മളങ്ങനെ നെയ്യാർ ഡാമിനടുത്തുള്ള ബ്രിഡ്ജിലേക്ക് കയറുകയാണ്. ഇതാണ് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച എന്ന് പറയാനുള്ളത്. ഇപ്പോൾ സൂര്യൻ എതിർവശത്തു നിന്നായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഈ നെയ്യാർ ഡാം കഴിയുമ്പോൾ ഒരു കനാലുണ്ട്, അതുവഴിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. വേറെയും വഴിയുണ്ട്, നമുക്ക് ചോദിച്ച് പോവാം. ഇവിടെ നെയ്യാർ ഡാമിനടുത്ത് മീൻ അക്വേറിയമൊക്കെ ഉണ്ട്. സമയം കിട്ടാൻ പോകുന്ന ഇവിടെ കയറണം. ഫ്രഷ് വാട്ടർ അക്വേറിയം, നെയ്യാർ ഡാം, തിരുവനന്തപുരം, കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ശുദ്ധജല മത്സ്യകേന്ദ്രം. കാളിപ്പാറയിലേക്കുള്ള പ്രവേശന കവാടം ഇതാണ്. ഇവിടെ നിന്ന് എയർപോർട്ട് പോകുമ്പോഴാണ് കാളിപ്പാറ ഉള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ കയറിപ്പോവാം. ഒരു വയസ്സായ അമ്മച്ചി ജടയെല്ലാം ആയിട്ട്. ഇപ്പോൾ കാളിപ്പാറ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ എല്ലാം ആൾക്കാർ താമസമുണ്ട്, ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. ഏതായാലും അത്യാവശ്യം വീടുകളുമുണ്ട്, കൃഷി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാളിപ്പാറയിലേക്ക് നമുക്ക് എത്തിയല്ലേ, ഇതാണ് കാളിപ്പാറ. ഇവിടെയെങ്കിലും നമുക്ക് സ്കൂട്ടർ വയ്ക്കാം, എന്നിട്ട് കരിമ്പന. ഇതൊരു കരിമ്പന എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതാണ് അതിൻ്റെ പാറയുടെ ആരംഭം, തുടക്കം. ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ക്ഷേത്രത്തിലേക്ക് മുകളിലൊരു ക്ഷേത്രമൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാം. ഏതായാലും ഹാൻഡ് റെയിൽ കാണുന്നുണ്ട്, ഹാൻഡ് റെയിൽ വഴി പിടിച്ച് കയറണം. ഇപ്പോൾ എന്തൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള. അതിൻ്റെ ചാക്കുകെട്ടുകളൊക്കെ കാണുന്നുണ്ട്. നല്ലൊരു മാവ് നിൽക്കുന്നു, കണ്ണിമാങ്ങയൊക്കെ പൂത്ത് നിൽക്കുന്നു. മാവല്ല, ഒരു പുളിമരമുണ്ട്, ഒരു വാഴക്കുലയുണ്ട്. ഇനി ഇത് കാണിച്ചില്ല എന്ന് പറയരുത്, ഒരു വാഴക്കുലയുണ്ട്. അപ്പോൾ വലിയ വടമെല്ലാം കെട്ടിയിരിക്കുന്നതിൽ എന്തിൻ്റെയാണ് എന്തോ ഉണ്ട്. കപ്പിയിൽ കയറ് കെട്ടിയിരിക്കുന്നത്, അത് എന്തിനാണെന്നുള്ളത് അറിയത്തില്ല. വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്തെങ്കിലും കാര്യമായിരിക്കും. കപ്പിയും കയറും മുകളിലെ ആൾക്കാർക്ക് നിന്ന് വലിക്കത്തക്ക രീതിയിലുള്ള സംവിധാനമാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ കോമ്പൗണ്ടാണ് ഈ കാണുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ ചാക്കുകൾ ഇട്ടിട്ടുണ്ട്. ഞാനിത് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ഷേത്രത്തിലേക്ക് ഈ കല്ലും മണ്ണും എല്ലാം കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രത്യേകം കെട്ടിയിരിക്കുന്നതാണ് ഈ റോപ്പ് കയറെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടെ ചോദിച്ച് മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല, കാര്യം ഇവിടെ വളരെ വിജനമായിട്ട് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരുന്നവർ നിങ്ങൾ സൺഡേ സാറ്റർഡേ ദിവസങ്ങളിലേക്ക് എത്തി ആരെങ്കിലുമൊക്കെ കൂട്ടിന് കാണും എളുപ്പമായിട്ട് കയറാനൊക്കെ. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്,
ഒരു മനുഷ്യരുമില്ല, വളരെ വിജനമായിട്ട് കിടക്കുകയാണ് ഇവിടെ, ആരെയും കാണുന്നില്ല. കുത്തനെ കയറ്റം ഉണ്ടെങ്കിലും അത് വലുതായിട്ട് അറിയില്ല. ഇങ്ങനെ ഹാൻഡ് റെയിലൂടെ പിടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട്, ഇച്ചിരി മുതിർന്നവർ വന്നാലും വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഇപ്പോൾ കിതപ്പലുണ്ടായാലും, എനിക്കിപ്പോൾ കിതപ്പലുണ്ടായാലും ഇതിനെ പിടിച്ച് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും. കഴിവതും രാവിലെ 10 മണിക്ക് മുമ്പും വൈകിട്ട് 4 മണിക്ക് ശേഷമൊക്കെ വരുന്നതായിരിക്കും നല്ലത്. ഒന്നാമത് പാറ, കാളിപ്പാറ എന്ന് പറയുമ്പോൾ തന്നെ കറുത്ത പാറയാണ്, നല്ല ചൂടുമുണ്ട്. 10 മണി കഴിഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇപ്പോഴേ നല്ല ചൂടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഒറ്റക്കാണ് വരുന്നത്. നമ്മൾ സോളോ യാത്ര ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്നവർ ശനിയോ ഞായറോ ഒക്കെ അവധി ദിവസങ്ങളൊക്കെ നോക്കിയിട്ട് വരിക, അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് പോകും. ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് പ്രശ്നമില്ല, ഏത് ദിവസം വേണമെങ്കിലും വരിക. കൈ പിടിക്കാതെ തന്നെ നമുക്ക് കയറാൻ പറ്റും, വലിയ കഷ്ടപ്പാട് തോന്നിക്കുന്നില്ല. ഇവിടെ മാവ്, കശുമാവൊക്കെ പാറപ്പുറത്ത് കിളുത്ത് കിടക്കുന്നത്, താഴത്തുനിന്ന് കിളുത്ത് കയറി വന്നതാണോ എന്തോ, അത് നമുക്ക് നോക്കാം. അത് താഴത്തുനിന്ന് കയറി വന്നതാണ്. രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് കയറിയപ്പോഴേക്കും കല്ലും മണ്ണും ചല്ലിയും കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണോ എന്താണെന്നറിയത്തില്ല, അതിന് വേണ്ടിയിട്ടുള്ളതാണോ മറ്റെന്തെങ്കിലും കാര്യത്തിലാണോ ഈ വടം കെട്ടിരിക്കണം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഉണ്ടാ ഇങ്ങനെ കെട്ടിരിക്കുകയാണ്. ഏതായാലും വാട്ടർ അതോറിറ്റിയുടെ വലിയൊരു ടാങ്ക് അവിടെ കാണുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ വലിയൊരു ടാങ്ക് കാണുന്നു. ഫേസ് 1 ഒറ്റശേഖരമംഗലം എന്നൊക്കെ എഴുതിയിരിക്കുന്നു. അതെ, ചുഴലിക്കാറ്റ്, ചുഴലിയുടെ തുടക്കം, ചുഴലിക്കാറ്റിൻ്റെ തുടക്കം, കൊടുങ്കാറ്റ്. ഇത് വലിയ കൊടുങ്കാറ്റായിട്ട് മാറും. അവസാനിച്ചില്ല. വലിയ പമ്പിങ് നടക്കുന്നു തോന്നുന്നു. ഇപ്പം പമ്പിങ് നടക്കുന്നു, നല്ല ശബ്ദം, മോട്ടർ വർക്കാവുന്നതിന് ശബ്ദം കേൾക്കാം. ഇവിടെ ആരുമില്ല, വിജനമായി കിടക്കുകയാണ്. ഒന്നെങ്കിൽ രാവിലെ വരിക, ഇതേപോലെ രാവിലെ സമയം വരിക, 10 മണിക്ക് മുമ്പായിട്ടൊക്കെ വന്ന് ഈ പാറ കയറുന്നതായിരിക്കും നല്ലത്. കാരണം ചൂട്, നല്ലതായിട്ടുള്ള ചൂട് ഇപ്പോഴേ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല. അഥവാ ആരെങ്കിലും ഈ കാളിപ്പാറയിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ നേരത്തെ വരിക, അല്ലെങ്കിൽ 3 മണിക്ക് ശേഷം വന്ന് കയറുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെ വിജനമായി കിടക്കുകയാണ്. അപ്പോൾ കഴിവതും രാവിലെ വരുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ ഒരു 4 മണി 3 മണിക്ക് ശേഷമുള്ള ടൈം കണ്ടെത്തുക. നല്ലൊരു ദൃശ്യഭംഗി നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വരുമ്പോഴേക്കും ഇവിടെ കേരള വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയൊരു ടാങ്ക് കാണാം. പെരിയാർ റിസർവോയറിൽ ധാരാളം വെള്ളമുണ്ടെങ്കിലും നെയ്യാർ ഡാമിനും പരിസരത്തുമുള്ള, അതായത് കള്ളിക്കാട് എന്ന് പറയുന്നത് ഇവിടെ ഉള്ളവർ വെള്ളം കുടിപ്പിക്കുന്നത് ഈ ടാങ്കാണെന്നുള്ളതാണ്, ഈ വാട്ടർ ടാങ്കാണെന്നുള്ളതാണ് പരമാർത്ഥം. അപ്പോൾ അതുവഴിയൊക്കെ നമുക്ക് കയറിപ്പോകാമെന്ന് തോന്നുന്നു. നമുക്ക് പറഞ്ഞു തരാമെന്ന് ആരുമില്ല, അങ്ങ് കയറിയേക്കുവാണ്. ഇവിടെ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ അധികം ടൂറിസ്റ്റുകളിൽ നിന്ന് വരുന്നവരിടമല്ല ഇത്. അത് അത്രയ്ക്ക് ടൂറിസ്റ്റ് അട്രാക്ഷൻ ഇവിടെ ഇല്ല എന്ന് വേണം പറയാൻ. പിന്നെ ഒരു പാറയാണ്, യുവാക്കൾക്കൊക്കെ യുവാക്കൾ വരുമ്പോൾ ഒന്ന് കയറി സഞ്ചരിച്ചൊക്കെ പോകാൻ പറ്റും. ഹാൻഡ് റെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഫാമിലിയായിട്ട് വരുന്നവർക്കും ഇച്ചിരി വലിയ സ്ട്രെയിൻ എടുക്കത്തക്ക രീതിയിലുള്ള മലകയറ്റമൊന്നും ഇല്ല ഇവിടെ. ഇതാണ് അവസ്ഥ. ഇനി മുകളിലേക്ക് ചെല്ലുമ്പോഴേക്കും ഇതാണ് ഇങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. അക്കേഷ്യ മരങ്ങളാണ് കൂടുതൽ നിൽക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് വന്ന്
ഇവിടെ വീണ് കിളിർത്താണ്. എല്ലാവരും വെച്ച് പിടിപ്പിച്ചായിട്ട് നമുക്ക് തോന്നുന്നില്ല. പിന്നെ രാവിലെ നല്ല കിതപ്പൽ എന്തോ സാധാരണ ട്രക്കിങ് എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. ഇത്രയും കിതപ്പലൊന്നും വരുന്നതല്ലേ. അപ്പോൾ ഈ ഒരു മാസമായിട്ടുള്ള കിടപ്പ് വിരിപ്പൊക്കെ ആയിരുന്നല്ലോ പനി. അപ്പോൾ അതിൻ്റേതാണോ എന്ന് സംശയമുണ്ട്. ഏതായാലും നല്ല കാഴ്ചാനുഭവം തരുന്നുണ്ട്. ഇപ്പം കിഴക്കുന്നുള്ള സൂര്യപ്രകാശമായതുകൊണ്ട് ക്യാമറയിൽ അതിൻ്റെ റിഫ്ലക്ഷൻ അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്ര കിട്ടുമെന്നുള്ള അറിയില്ല. നമുക്ക് മാക്സിമം എടുക്കാം, മാക്സിമം കാഴ്ച എടുക്കാം. ഇനി ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്, അതോടെ കയറിയിട്ട് നമുക്ക് നോക്കാം. നന്നായിട്ട് കഥക്കുന്നു കേട്ടോ. ചോ നന്നായിട്ട് കഥപ്പിൽ വരുന്നില്ല. ഇപ്പോൾ 2 സ്ഥലത്താണ് ഇച്ചിരി കുത്തനെ കയറ്റമുള്ളത്. അവിടെ ഹാൻഡ് റെയിൽ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വലിയ ഹെൽത്ത് ഇഷ്യൂ ഒന്നും വരുമില്ല. പിന്നെ രണ്ടാമത്തെ ഹാൻഡ് റെയിൽ പിടിപ്പിച്ച് ഇരിക്കുന്നിടത്തുള്ള ഇങ്ങനെ ചവിട്ടി കയറാൻ വേണ്ടി ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റെപ്പായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട്. അതാണ് അതിലൂടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കയറി വരണം. വലിയ ഇതൊന്നുമില്ല, എന്നാലും ഇതൊക്കെ കമ്പിയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് കയറി വരണം. മുകളിൽ സ്വാഭാവികമായിട്ട് വളർന്നു വന്നിരിക്കുന്ന അക്കേഷ്യ മരങ്ങൾ തന്നെയാണ്. ആരും വെച്ച് പിടിപ്പിച്ചായിട്ടല്ല തോന്നുന്നത്. ഇത് ഫോറസ്റ്റിൻ്റെ കീഴിലാണോ അതോ പഞ്ചായത്തിൻ്റെ കീഴിലുള്ളതാണോ എന്നൊന്നും അറിയത്തില്ല. അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഏതായാലും ഒരു പാറ കണ്ടു, കാളിപ്പാറയെന്ന് പേരും വീണു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ ഭദ്രകാളിയുടെ പ്രതിഷ്ഠയാകാൻ സാധ്യതയുണ്ട്. ആൾ പെരുമാറ്റമൊക്കെ ഇവിടെ ഉണ്ട്. രാവിലെയും വൈകുന്നേരമൊക്കെയാണെന്ന് തോന്നുന്നു നടന്ന് ആൾക്കാരിവിടെ വരുന്നതെന്ന് തോന്നുന്നു. കാര്യം പുല്ലെല്ലാം വെട്ടി വൃത്തിയാക്കിയ പോലെ കിടപ്പുണ്ട്. ആൾ പെരുമാറ്റമുള്ള കണക്കാണ്. അപ്പോൾ ആൾ സഞ്ചാരമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അഗസ്ത്യാർകൂട മലയുടെ റിസർവയറും ഇതെല്ലാം നമുക്ക് കാണാം. നെയ്യാർ ഡാമും റിസർവയറും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നേരെ കാണുന്നത് അത് ഇവിടെ നിന്നും നെയ്യാർ ഡാമും പ്രദേശങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അഗസ്ത്യാർ മലയുടെ റിസർവയറും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ ഇന്നും വ്യക്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 2ാം ഘട്ടമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയൊരു 3ാം ഘട്ടം കൂടെ ഉണ്ട്. അത് ഈ പാറപ്പുറത്തൂടെ കയറണം. അപ്പോൾ അതുകൂടെ കയറിയാലേ നമ്മൾ ഇതിൻ്റെ ഉന്നതിയിലെത്തത്തുള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ ഇവിടം വരെ വന്നിട്ട് ഞാൻ താഴെ ഇറങ്ങിപ്പോയി. സ്കൂട്ടറിൻ്റെ ചാവി എടുത്തില്ലായിരുന്നു. ഇവിടെ ഒന്നാമത് വിജനമായിട്ട് കിടക്കുന്നു. ആൾത്തിരക്കുള്ള പാട്ടിലാണ്. അവിടെ ഇരുന്നാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇവിടം വരെ വന്നിട്ട് താഴെ ഇറങ്ങിപ്പോയിട്ട് വരികയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള കഥപ്പൽ വേറെ. അപ്പം 10 മണിക്ക് ശേഷം ഇങ്ങോട്ട് കഴിവതും കയറരുത്. ഇപ്പം തന്നെ നല്ല ചൂടാണ്, നിൽക്കാൻ പറ്റുന്നില്ല. ആ ഹാൻഡ് റെയിലൊന്നും ആദ്യം കയറിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ഹാൻഡ് റെയിലൊക്കെ പിടിക്കുമ്പോൾ നല്ല ചൂടാണ്. അതുകൊണ്ട് 10 മണിക്ക് ശേഷം ഇവിടെ കയറുന്നത് അനുയോജ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അഭികാമ്യമല്ല. പിന്നെ 4 മണിക്ക് ശേഷം വന്നാൽ കുഴപ്പമില്ല, അതായിരിക്കും നല്ലത്. വൈകുന്നേരം 1-2 മണിക്കൂർ ഇവിടെ ഈ മലമുകളിൽ ഇരുന്ന് വിശ്രമിച്ച് കാഴ്ചകളൊക്കെ കണ്ട് മറ്റേ നമ്മുടെ സഖ്യപർവ്വതം, വിസ്ഡം ഗാർഡ്സ് എല്ലാം മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന അപ്പോഴായിരിക്കും എന്ന് തോന്നുന്നത്. ഏതായാലും ഭയങ്കരമായിട്ട് കഥയ്ക്കുന്നു കേട്ടോ. എന്തോ ഏതായാലും ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ബാക്കി കാര്യമുള്ളൂ. അത്രമേൽ കഥയ്ക്കുന്നു. അയ്യോ, രണ്ടാമത് മല കയറിയപ്പോഴേക്കും തളർന്നുപോയി. കാലാകാലങ്ങളായിട്ട് അനുവർത്തിച്ചു പോരുന്ന വിശ്വാസ പാരമ്പര്യത്തിൻ്റെ നേർസാക്ഷ്യങ്ങൾ ഇവിടെയും കാണാം. ഇവിടെ കണ്ട കട്ട കൂട്ടി ഇട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ഉത്സവം കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊങ്കാല അടുപ്പുകൾ കൂട്ടിയതിൻ്റെയാണ് ഈ കാണുന്നത്. അപ്പം 3 പാറയല്ല കേട്ടോ, 4ാമതൊരു പാറ കൂടെ കയറിയാലേ ക്ഷേത്രത്തിൻ്റെ മുകളിൽ എത്തത്തുള്ളൂ. അപ്പം നമ്മുടെ കാലാകാലങ്ങളായിട്ടുള്ള വിശ്വാസ പാരമ്പര്യം ഉണ്ടല്ലോ, ആ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓരോരോ മലമുകളിൽ പള്ളികളായിട്ടും അമ്പലങ്ങളായിട്ടും എല്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊരാശ്രയം ഇല്ലാതെ വരുമ്പോഴേക്കും അവിടെ പോയി എല്ലാവരും പ്രാർത്ഥിച്ച്
അവരുടെയായിട്ടുള്ള ആവശ്യങ്ങളും പരാതികളും ദുഃഖങ്ങളും ഒക്കെ ദൈവസങ്കല്പത്തിൽ കൊണ്ട് സമർപ്പിക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. അത് അന്നും ഇന്നും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഏതോ ഒരു ശക്തി കൊണ്ട്, ദൈവമായിട്ട് ഏതോ ഒരു ശക്തി ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു, ബഹുഭൂരിപക്ഷം പേരും. അപ്പം അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും ഈ മലമുകളിലും ഒരു ക്ഷേത്രമുണ്ട്. അത് ഭദ്രകാളി ദേവി ക്ഷേത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് ഇതിലെയാണ് നമുക്ക് അതെ ഇതുവഴിയാണ് അതിൻ്റെ ഇതുള്ളത്. അതിൻ്റെ ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഇതുവഴിയാണ് കണ്ടത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പാദരക്ഷ ഇടാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇച്ചിരി കഷ്ടമാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മുകളിൽ ക്ഷേത്രമായതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പാദരക്ഷകൾ അനുവദനീയമല്ല. ഇവിടെ ആരുമില്ല, ഇവിടെ മുകളിൽ വേറെ ആരുമില്ല. എങ്കിലും നമ്മൾ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, ക്ഷേത്രമല്ലേ, അപ്പോൾ അതിൻ്റെ പരിശുദ്ധവും പരിപാവനമായിട്ട് വിശ്വാസികൾ കാത്തു സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ അത് ഓരോ വിശ്വാസികളും അങ്ങനെയാണ്. ഓരോ മതവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മൾ പിന്തുടർന്നു പോകുക. അപ്പോൾ ആരെ നിഷേധിക്കാതിരിക്കുക. ഇപ്പോൾ മുകളിൽ ആളില്ലെങ്കിലും നമ്മൾ അത് നിഷേധിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ന്യായമായ കാര്യം. ആരെ നിഷേധിക്കാതിരിക്കുക. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ, നമ്മുടെ വീട്ടിൽ ഒരാൾ കയറി വരുമ്പോൾ എങ്ങനെയാണോ നമ്മളുടെ മറ്റൊരുത്തൻ്റെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോഴും പുറത്ത് ചെരുപ്പിട്ടിട്ടൊക്കെ അല്ലേ നമ്മൾ ഊരി വെച്ചിട്ടല്ലേ നമ്മൾ അകത്ത് കയറുന്നത്. അതേപോലെ ഇവിടെയും ആ വിശ്വാസം, മറ്റുള്ളവൻ്റെ വിശ്വാസം ഇല്ലാതാക്കാത്ത രീതി ഇപ്പോൾ വേണം എനിക്ക് ചെരുപ്പിട്ട് കയറാം, കാര്യം ഇവിടെ ആരുമില്ല. പക്ഷെ അത് നമ്മളങ്ങനെ ചെയ്തുകൂടാ. അപ്പോൾ അതിന് ഇപ്പോൾ ഭയങ്കര ചൂടാണ്. 10 മണിക്ക് ശേഷം ആരും ഇവിടെ വരാതിരിക്കുക. പാറയിലൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ചെരുപ്പിടാതെ മേൽപോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 4 മണിക്ക് ശേഷം വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രാവിലെ വരുന്നെങ്കിൽ നിങ്ങളൊരു 8 മണി സമയത്ത് വന്നാൽ ഇവിടെ കയറി ഒരു അരമണിക്കൂർ നേരം മേഖലയിൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെ ഇരുന്നും കാഴ്ചകൾ കണ്ടിട്ട് മടങ്ങാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരം വരിക. 4 മണിക്ക് ശേഷം വന്നാൽ നമുക്കൊരു 6 മണി 6:30 വരെയൊക്കെ ഇവിടെ ഇരിക്കുക. അപ്പോൾ അന്നേരം ആരെങ്കിലുമൊക്കെ കാണും. കഴിവതും ശനി ഞായർ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഇതുപോലെ വരുന്ന ഒരു കൂട്ടമായിട്ട് വരുന്നവരൊക്കെ കാണും. വൈകുന്നേരം 2-3 മണിക്കൂർ ഇവിടെ ചിലവഴിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഫുൾ ടൈം ചിലവഴിക്കാനുള്ളതില്ല. രാവിലെ വന്നാലും 1-2 മണിക്കൂർ കൊണ്ട് കയറി ഇറങ്ങി നമുക്ക് ഈ നെയ്യാർ ഡാമും പരിസരവും, കള്ളിക്കാടെന്നാണ് ഇവിടെ പറയുന്നത്, ആ കള്ളിക്കാടും പരിസരവും എല്ലാം നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. പക്ഷേ വൈകുന്നേരത്തെ ദൃശ്യഭംഗിയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പം പടിഞ്ഞാറുന്ന് സൂര്യൻ വരുമ്പോഴായിരിക്കും കിഴക്ക് വശത്തുള്ള മലകളൊക്കെ നമുക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാനിപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് കയറുമ്പോൾ ചൂട് ഭയങ്കരമാണല്ലോ, അതുകൊണ്ട് ഒരു ചാക്ക് എടുത്ത് പിടിച്ചിട്ടാണ് പോകുന്നത്. അതല്ലാതെ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ താഴത്തുനിന്ന് രണ്ടാമത് ഈ സ്കൂട്ടറിൻ്റെ താക്കോൽ എടുക്കാൻ മറന്നുകൊണ്ട് രണ്ടാമത് ഇറങ്ങി കയറി വന്നപ്പോഴേക്കും കതപ്പലുമായി. അപ്പോഴെല്ലാം ഹാൻഡ് റെയിലൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ 10 മണിക്ക് ശേഷം ആരും വരണ്ട, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് ഒറ്റയ്ക്കും വരണ്ട, ഒറ്റയ്ക്ക് വന്നാലും ശരിയാവില്ല. നിങ്ങൾ യുവാക്കളാണ്, യുവതികളായിട്ടാണെങ്കിലും ഇട ദിവസങ്ങൾ വരുന്നെങ്കിൽ ഗ്രൂപ്പായിട്ട് വരിക. ശനിയും ഞായറൊക്കെ ഇവിടെ ഏതായാലും ഇവിടെ ടൂറിസ്റ്റുകൾ കാണും, അല്ലെങ്കിൽ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വൈകുന്നേരങ്ങളിൽ വന്നാലും ആരെങ്കിലുമൊക്കെ കാണും, ഇട ദിവസങ്ങളിൽ വന്നാലും ഇവിടെ ആരെങ്കിലുമൊക്കെ കാണും. അങ്ങനെ സോളായിട്ട് വരുന്നവരും വൈകുന്നേരം വരിക. ബാക്കിയുള്ള കള്ളിക്കാടും നെയ്യാർ ഡാമിലേക്ക് കയറിയിട്ട് ഒരു 4 മണി വരെ അവിടെ വിസിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സമയം അതിന് അടുത്ത് തന്നെയാണ്. അവിടുന്ന് വെറും ഡാമിൽ നിന്ന് 1 കിലോമീറ്റർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഒരു 3 മണി വരെ അവിടെ നെയ്യാർ ഡാമിൽ ചിലവഴിച്ചിട്ട് അതിന് ശേഷം ഇങ്ങോട്ട് കയറുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാനൊരു ചാക്ക് എടുത്തിട്ടാണ് ഒരു ചാക്ക് എടുത്തിട്ടാണ് കയറുന്നത്. ഇവിടെ നമ്മൾ ചെരുപ്പ് ഇവിടെ നമുക്ക് ഇട്ടിട്ട് വേണം പോകാൻ. നമ്മൾ എല്ലാ ആരാധനാലയങ്ങളുടെയും അവിടെ ചെല്ലുമ്പോൾ അവരുടെ മര്യാദ പാലിച്ച് അവരെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. ഇപ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ ഞാനിത് അവിടെ ഇട്ടുകൊണ്ട് ചവിട്ടി കുറച്ച് നേരം നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ്. കാര്യം നമ്മൾ നിരന്തരമായിട്ട് ചെരുപ്പ് യൂസ് ചെയ്യുന്നവരാണ്, ചെരുപ്പും ഷൂ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. ഞാനാണ് കണ്ടിന്യൂ ആയിട്ട് ഷൂ യൂസ് ചെയ്യുന്നവരാണ്. എൻ്റെ സുഹൃത്തുക്കളാരും ഞാൻ ചെരുപ്പിട്ട് കണ്ടവർ അപൂർവമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ട്രക്കിങ് ഇങ്ങനെ ആയപ്പോഴാണ് നടക്കുന്നത്, ഇങ്ങനെയൊക്കെ കയറേണ്ട സാഹചര്യം വന്നപ്പോൾ, വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ഷൂ മാറ്റി ഇപ്പോൾ ചെരുപ്പാക്കിയത്. ഹാൻഡ് റെയിലുണ്ട്, പിടിക്കാൻ പറ്റുന്നില്ല, അത് ചൂടാണ്, ഭയങ്കര ചൂട്. എൻ്റെ ഇടയ്ക്ക് ഗ്യാസും
ഇങ്ങനെ ഹാൻഡ് റെയിൽ പിടിക്കാതെയൊക്കെ കയറാം. അപ്പോൾ കുറച്ച് മുതിർന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഹാൻഡ് റെയിൽ വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല പാറയ്ക്കൊക്കെ നല്ല ഗ്രിപ്പൊക്കെ ഉള്ള പാറയാണ്. അതുകൊണ്ട് അങ്ങനെ കുഴപ്പങ്ങളുണ്ട്. ഇവിടം വരെയൊക്കെ ചല്ലികൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പെട്ടെന്നൊന്നും ഈ മല മുകളിലേക്ക് സാധനങ്ങൾ കയറി വരുമല്ലേ. അപ്പോൾ ഓരോ ഉത്സവ സീസണിൽ പ്രധാന ദിവസങ്ങളിലൊക്കെ ഇവിടെ ആൾ കൂടുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇതൊക്കെ മുകളിലേക്ക് കയറ്റുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഷെഡുണ്ട്. ക്ഷേത്ര ഓഫീസാണെന്ന് തോന്നുന്നു. അതൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. തൽക്കാലം ഇവിടെ ഇരിക്കാം. അയ്യോ ഭയങ്കര നന്നായിട്ട് കഥയ്ക്കുന്നു. അയ്യോ താഴത്തുനിന്ന് കയറി വന്നപ്പോഴും അറിഞ്ഞില്ല. പക്ഷെ നല്ല ഹൈറ്റാണ്. ഇപ്പോൾ കിഴക്ക് എന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. എന്താ അപ്പോൾ അതുകൂടാതെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ മൈക്കുകളൊക്കെ കാണാം. ഇവിടെ ഉത്സവം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോ അങ്ങനെ എന്തോ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. അതിൻ്റെ മൈക്കുകളാണ് ഈ കാണുന്നത്. ഇച്ചിരി കാലഹരണപ്പെട്ടുണ്ടെങ്കിലും പിന്നെ അതിൻ്റെ മുകളിൽ ഒരു മൈക്ക് കാണാം. കണ്ടത് ഇവിടെ ഒരു മൈക്ക് ഇരിക്കുന്നത്. അപ്പോൾ ചുറ്റിനും ഹാൻഡ് റെയിലൊക്കെ പിടിപ്പിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. താഴെ ഉരുണ്ട് വീഴുമെന്നും പറഞ്ഞ് അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. ഹാൻഡ് റെയിലൊക്കെ ചുറ്റിനുമുണ്ട് ഈ പാറപ്പുറത്ത്. അപ്പോൾ അതില്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ തിരി തെളിക്കാനുള്ള കൽവിളക്ക് കൽവിളക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ അടുത്ത് തന്നെ തിരിയൊക്കെ കത്തിച്ചതിൻ്റെ നല്ല ഇത് കാണുന്നുണ്ട്. എണ്ണയെല്ലാം ഒഴുകി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ ഒരു കാണിക്ക വഞ്ചി ഇവിടെ കാണാം. ഏതായാലും ഇവിടെ ഒരു കാണിക്ക വഞ്ചി കാണുന്നു. അപ്പം നമുക്ക് ഒരു ആരും ഇല്ലെങ്കിലും ഇവിടെ പുനരുദ്ധാരണം നടക്കുകയല്ലേ, നമുക്ക് ഒരു ചെറിയൊരു നേർച്ചയും കാഴ്ചയൊക്കെ ഇട്ടിട്ട് പോവാം. ഇപ്പം ഇവിടെയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഇവിടെ ഭദ്രകാളി ദേവി പ്രതിഷ്ഠ എന്തോ ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ ക്ഷേത്രപ്രതിഷ്ഠ ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലം ഇവിടെയാണ്. അവിടെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആരംഭത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥ ക്ഷേത്രം. അപ്പോൾ അവിടുന്ന് ഇത് കാലഹരണപ്പെട്ടുകൊണ്ടായിരിക്കണം. കാര്യം കാലാകാലങ്ങളായിട്ട് ഉള്ള വിശ്വാസത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നശിച്ച് പോയപ്പോൾ അവർ പുതിയ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടിയിട്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പൊളിച്ചതാകാം, അല്ലെങ്കിൽ കാലഹരണപ്പെട്ട് ഇല്ലാതായതാകാം. എന്തു തന്നെയാണേലും ഇത് കാലഹരണപ്പെട്ട് ഇല്ലാതായതാണോ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് വേണ്ടി മാറ്റിയതാണോ എന്നറിയത്തില്ല. കാര്യം നിലവിലുണ്ടായിരുന്ന കല്ലുകളൊക്കെ നല്ല സ്ട്രോങ് കല്ലുകളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പഴയ ക്ഷേത്രത്തിൻ്റെ കല്ലുകൾ തന്നെയാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തു തന്നെയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കട്ടകളൊക്കെ ഇഷ്ടികം കട്ടകളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ കൊത്തുപണികളുള്ള ശിലാലിഖിതങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബദലായിട്ടാണ് താൽക്കാലിക ക്ഷേത്രമാണോ അതോ ഉപദേവതയാണോ എന്നറിയില്ല, ഉപദേവത പ്രതിഷ്ഠയാണോ ഇവിടെ എന്നറിയില്ല. ഇവിടെ അതിന് താഴെയായിട്ടൊരു ക്ഷേത്രമുണ്ട്, ചെറിയൊരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എന്താണ്, സാധാരണ ക്ഷേത്രത്തിൻ്റെ മുമ്പിലൊക്കെ എഴുതി വെക്കുക ഏത് പ്രതിഷ്ഠയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് ആരാധനയൊക്കെ നടത്താൻ പറ്റും. ഇപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല, ഒന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ഏത് ദൈവമാണ് ഏത് ദേവിയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ദേവീ സങ്കല്പമാണല്ലോ, ആ ദൈവിക സങ്കല്പം മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതൽ ഫലം കിട്ടുക. അപ്പോൾ അത് ഞാൻ ഇതിനു മുമ്പും കന്യാകുമാരിയിൽ നമ്മുടെ അരങ്ങേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതൊരു ആരാധനാലയത്തിൽ നമ്മൾ പോകുമ്പോഴേക്കും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഏത് ആരാധനാലയമായാലും കുഴപ്പമില്ല, അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളൊക്കെ പാലിച്ച് അത് ആർക്കും പോകാനുള്ളതാണ്. ഇപ്പോൾ കാലഘട്ടമൊക്കെ മാറില്ല, ഏത് ആരാധനാലയത്തിലും ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതമാണ്. അപ്പം അങ്ങനെ ചെല്ലുമ്പോൾ അവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ അവിടെ അവരോടൊത്ത് സഹകരിച്ച്
അവിടുത്തെ പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളതാണ്. ഇവിടെ എല്ലാ ഹാൻഡ് റെയിലുകളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നുകൊണ്ട് നമുക്കിവിടെ ഇച്ചിരി തണലുണ്ട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട്. ഇവിടെ ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവിടെ നോക്കൂ, ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നിന്നുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ. നമ്മുടെ ആ സൂര്യപ്രകാശം അടിച്ചപ്പോഴേക്കും പടിഞ്ഞാറ് നിന്നുള്ള ദൃശ്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ നല്ല മനോഹരമായിട്ട് കിട്ടുന്നുണ്ട്. വടക്ക് വരെ അത്യാവശ്യം നല്ല ദൃശ്യഭംഗി കിട്ടുന്നുണ്ട്. കിഴക്കോട്ട് പോകുമ്പോൾ അത് കിട്ടില്ല. കാര്യം സൂര്യൻ കിഴക്കുന്നതായതുകൊണ്ട് നല്ല ഇപ്പോൾ കോടയൊന്നുമില്ല. പക്ഷേ ആ സഖ്യപർവ്വതമൊക്കെ പശ്ചിമഘട്ടമാണല്ലോ, ആ പർവ്വത നിരകളൊക്കെ ഇപ്പോൾ ആ ഒരു ഛായാര ചിത്രം പോലെയാണ് കാണാൻ സാധിക്കുന്നത്. കാളിപ്പാറയുടെ തെക്ക് വശത്ത് നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് നല്ല മനോഹരമായ മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പച്ചപ്പും ഹരിതാപവും ഒക്കെ ഉണ്ട്. എങ്കിലും അതിന് ഒരു പല ഡിഫറെൻ്റ് കളറ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കോൺക്രീറ്റ് കാടുകളിൽ നിന്ന് ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ മോചനം നേടിയിട്ട് നിങ്ങൾ നെയ്യാർ ഡാമിലൊക്കെ വന്ന് ഒരു 3 മണി വരെ അവിടെ ചിലവഴിച്ചിട്ട് 3 മണിക്ക് ശേഷം അവിടുന്ന് 1 കിലോമീറ്ററുകളിൽ ഇങ്ങോട്ട് കാളിപ്പാറയിലേക്ക് നടന്നും വരാം, സ്കൂട്ടറിലും വരാം, കാറിലും വരാം. എല്ലാ സൗകര്യവും ഇവിടെ ഉള്ളതാണ്. റോഡ് മാർഗം വരാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. അപ്പം പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റും. കാടുകളിൽ നിന്നൊക്കെ ഒരു മോചനം നേടി നാച്ചുറലായിട്ടുള്ള മലനിരകളും പച്ചപ്പും ഹരിതാവും ഒക്കെ ആസ്വദിച്ച് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും. നാച്ചുറൽ ബ്യൂട്ടി, പ്രകൃതി രമണീയത, ശാന്തത, ഇതെല്ലാം നമുക്ക് അനുഭവിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് ഇവിടുന്ന് നമുക്ക് വീട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഇത്രയൊക്കെയാണ് പറയാൻ സാധിക്കുക. ഇത്രയൊക്കെയാണ് ഇവിടുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ പ്രാദേശികവാസികൾ ആരും ഇതുവരെ കാണാൻ സാധിച്ചില്ല. ഇങ്ങനെ ഇച്ചിരി വിചിരമായി കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശനി ഞായർ ദിവസങ്ങൾ ഇവിടെ വരാൻ പറഞ്ഞത്. അപ്പോൾ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും കാണാൻ പറ്റും, എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനൊക്കെ പറ്റും. ഇനിയിപ്പോൾ ഞാൻ താഴെ ചെന്നിട്ട് ഏതെങ്കിലും വീട്ടിലുകാരോട് കയറി ചോദിച്ചിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കൂടെ ഇതിലൂടെ പറയാൻ പറ്റുമോ എന്ന് നോക്കാം. കയറുന്ന കണക്കല്ല, ഇറങ്ങാൻ നേരത്ത് ഒന്ന് ശ്രദ്ധിച്ചിറങ്ങുക. കയറ്റം വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മുട്ടിനൊക്കെ വലിയ സ്ട്രോങ് അല്ലാത്തവർ ഒന്ന് ശ്രദ്ധിച്ചിറങ്ങുക, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ഗ്രിപ്പുള്ള പാറയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എങ്കിലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. വഴുക്കലൊന്നുമില്ല, നല്ല ഗ്രിപ്പുള്ള പാറയാണ്. ഇച്ചിരി ചൂട് പാറയിൽ അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇവിടെ ഇന്നും കാണാൻ നല്ല രസമുണ്ട്. ഈ പാറയൊക്കെ കാണാൻ നല്ല മനോഹരമായ പാറകളൊക്കെ കാണാനുള്ള നല്ല കാളിപ്പാറ, കറുത്ത പാറ, കാളിപ്പാറ അങ്ങനെ വല്ലതുമായിരിക്കും അതിൻ്റെ പേര് വീണത്. മുഴുവൻ കറുത്ത് കിടക്കുന്നതുകൊണ്ടായിരിക്കാം കാളിപ്പാറ എന്ന് നാമകരണം ചെയ്യപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഭദ്രകാളി ദേവി ആണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ദേവി സങ്കല്പം എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്ത് തന്നെയാണേലും ഇപ്പോൾ പൊങ്കാലയൊക്കെ വരുന്നത് അതുകൊണ്ടാണല്ലോ. പൊങ്കാല അടുപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ദേവീക്ഷേത്രമാണ്. അപ്പോൾ കൃത്യമായിട്ട് പ്രതിഷ്ഠയുടെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ആലേഖനം ചെയ്ത് വയ്ക്കാത്തതുകൊണ്ട് നമ്മൾ കാണിക്കയിട്ടിട്ട് നമ്മളിങ്ങ് പോകുന്നത്. എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹം നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ ആ ഒരു ദൈവത്തെ നിഷേധിക്കുന്നില്ല. എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹ ആശീസ്സുകളോടുകൂടി നമുക്ക് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ജീവിതവും ഒരു ജേർണിയാണല്ലോ, നമ്മുടെ ജീവിതയാത്രയാണല്ലോ നടക്കുന്നത്. ഒരിക്കൽ തുടങ്ങി ഒരിക്കൽ അവസാനിച്ചല്ലേ മതിയാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു 2 ജേർണിയാണ്. ഒന്ന് ആ ട്രെക്കിങ്, എനിക്ക് കൂടുതൽ ഇഷ്ടവും ട്രെക്കിങ് നടത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു ട്രെക്കിംഗ് ജേർണി നടക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ പാതിയോളം തീർന്നിരിക്കുകയാണ്. ഇനി പാതിയുണ്ടോ, പാതിയും മുക്കാലൊക്കെ തീർന്ന് ഇനി എപ്പോഴാണെന്താണെന്ന് നമുക്ക് പറയാനും പറ്റുമല്ലോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും തന്നെ എന്ത് തന്നെയാണെങ്കിൽ ശരി, നമ്മൾ താഴത്തുനിന്ന് എടുത്ത താഴ്ന്നെടുത്ത ചാക്ക് വീണ്ടും മുകളിൽ കൊണ്ടുപോയെങ്കിൽ നമ്മൾ തിരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മുടെ പാത രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ആ യാത്ര തുടരുകയാണ്. ജീവിതയാത്രയും ടൂറിൻ്റെ യാത്രയും എല്ലാം നമ്മൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനിക്കുന്നിടത്ത് വെച്ച് അവസാനിക്കട്ടെ. അപ്പോൾ നമുക്കിന്ന് ചെരുപ്പൊക്കെ ഇട്ട് താഴോട്ട് മടങ്ങാം. അപ്പോൾ എടുത്തെടുത്ത് തന്നെ നമ്മൾ ചാക്കിട്ടേക്കാം. ചാക്കിൻ്റെ സ്ഥാനം ഇവിടെയാണ്.
ഇപ്പോൾ കിതപ്പിലൊക്കെ അല്പം മാറിയിട്ടുണ്ട്. എനിക്ക് ഉത്സവം ഒക്കെ കഴിഞ്ഞു. കണ്ടോ പൊങ്കാല ഇതിപ്പോൾ ഈ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു കരിയിലേക്ക് കിടക്കുന്നതാണ് പറയും. ഒരാഴ്ച അത്രയൊക്കെ ആയിട്ട് ഒരാഴ്ച 2 ആഴ്ച ആ ടൈം എന്തുവാണ് ഇവിടെ പൊങ്കാല കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിപ്പം ഫെബ്രുവരി മാസമല്ലേ, അപ്പം ജനുവരി ലാസ്റ്റ് വല്ലതും വരുന്നതായിരിക്കും. ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിലൂടെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പിരിപാടാകാം. അപ്പം നിങ്ങൾക്ക് അതുകൂടെ പൊങ്കാല ഉത്സവം കൂടെ ചേർത്ത് ആൾക്കാർ ഒരുപാട് കൂടുന്നതല്ലേ, അതുകൂടെ ചേർത്ത് നിങ്ങൾക്ക് ഇവിടെ വന്ന് ആ സമയങ്ങളിൽ കൂടെ വരാൻ പറ്റിയേക്കും. അതൊരു ഐഡിയ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാം. അതുകൂടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളിത് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. മകരമെന്ന് പറയുമ്പോൾ നമ്മുടെ പൊന്മുടിയിൽ സീതാതീർത്ഥത്തിൽ പൊങ്കാല ഉണ്ടായിരുന്ന ദിവസമല്ലേ, അന്ന് തന്നെ ഇവിടെ അല്ലേ? ആ അവിടെ മകരമൊന്നിനാണല്ലോ.